ഹലോ ഗൈസ്, അപ്പം നാളെ ബേബിക്കുട്ടൻ്റെ ബർത്ത്ഡേ. അപ്പം 12 മണിക്ക് എഴുതിച്ച് സർപ്രൈസ് ഓർത്ത് വിഷ് ചെയ്യണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ 12 മണിക്ക് മുമ്പേ ആളിങ്ങ് എത്തും. നമ്മൾ ഉറങ്ങാൻ എന്തായാലും 1 മണി ഒക്കെ ആകും. നമ്മളെ ഭക്ഷണം കഴിപ്പ് നിർത്താനൊക്കെ കഴിഞ്ഞിട്ട് അപ്പം അന്നേരം കൊടുക്കുന്ന സർപ്രൈസ് നടക്കുമല്ലോ. അപ്പോൾ ഞാനിപ്പം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബേബിക്കുട്ടൻ എപ്പോൾ എത്തും വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ എത്തും. അപ്പം നമുക്ക് സർപ്രൈസ് കൊടുക്കാം. സർപ്രൈസ് ആവുമല്ലോ എന്ന് പറഞ്ഞൂടാ. ഓന് അറിയാം, എന്തൊക്കെയോ അറിയാം. ഞാൻ എന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ട്, എന്തൊക്കെയോ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ അറിയാം. പക്ഷേ എന്താണെന്ന് ഓൻ അറിഞ്ഞൂടാ. അതിപ്പോൾ ഇന്ന് കിട്ടുമോ, ഇന്ന് സർപ്രൈസ് കിട്ടുമോ അതൊന്നും ഓൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവില്ല. നമുക്ക് ഓൻ്റെ റിയാക്ഷൻ നോക്കാം. ഓക്കെ ഓക്കെ ഞാൻ ഇപ്പം വന്നപ്പോൾ ചെയ്ത പണികൾ വന്നപ്പോൾ തൊട്ട് ചെയ്തതാണ്. ഇത് എത്ര തവണ ഇത് ഒട്ടിക്കുന്നു വീഴുന്നു അങ്ങനെ ജസ്റ്റ് സെറ്റപ്പ് ആക്കി വെച്ച് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരാം. ഫോട്ടോസ് അപ്പം നമുക്ക് ആ വന്നിട്ടുള്ള റിയാക്ഷൻ കാണാം. തുറന്നോ, തുറക്ക. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. എങ്ങനെയുണ്ട്? കട്ട് ചെയ്താലോ ഗൈസ്? സർപ്രൈസ് നേരത്തെ ഇപ്പൊ കൊടുക്കുന്ന വിചാരിച്ചല്ല. സമയം ഇപ്പൊ 11 മണി ആവുന്നേ ഉള്ളൂ. നാളെ ബർത്ത്ഡേ 12 മണിക്ക് വിഷയം നോക്കിയാ എന്റെ പ്ലാനെല്ലാം പൊളിക്കും. അതുകൊണ്ട് ബേബിക്കുട്ടൻ ഓഫീസിൽ നിന്ന് വരുന്ന ടൈമിൽ ഞാൻ സർപ്രൈസ് വെക്കാൻ എല്ലാം പ്ലാൻ ചെയ്തു. ആളെ പുറത്ത് 5 മിനിറ്റ് വെയിറ്റ് ഒക്കെ ചെയ്യിപ്പിച്ചിട്ടാണ് നമുക്കത് നല്ലത്. ഹാപ്പി ബർത്ത്ഡേ. ഊരിക്കോ. അത് മാജിക്കാ ചിലപ്പോ സാധനം പറ്റാറില്ലല്ലോ. ഞാൻ എന്നിട്ട് എന്താ ചെയ്യാന്? കട്ടയൊന്നും വേണ്ട. പടാ താങ്ക് യു. എന്താ ഞാൻ സർപ്രൈസ് തരുന്നു എക്സ്പെക്ട് ചെയ്തിട്ടേ. പക്ഷെ ഇങ്ങനെയാണെന്ന് വിചാരിച്ചാ ഗിഫ്റ്റ് തരാം. പ്രപ്പോസ് ചെയ്യാം. കല്യാണം കഴിഞ്ഞു ഒന്നുകൂടെ മാരി ചെയ്യാൻ നമുക്ക് നല്ല രസമുണ്ടാവും. ആലോചിക്ക നീ കാണുന്നില്ല. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? വീഡിയോ നിന്നെ ഫോൺ വിളിച്ചോണ്ടാണ് സെറ്റപ്പും ഞാൻ കാണിച്ചേ. അയ്യോ അതിനൊരു കാലം വിളിച്ചു. എന്താ സെറ്റപ്പ് നേരത്തെ തുടങ്ങി. പിന്നെ നീ വിളിക്കുമ്പോൾ തിരിച്ചിട്ട് കാണിച്ചതാ. ഇന്നാ ഐ ലവ് യു. അതുകൊണ്ടാ കല്യാണം കഴിഞ്ഞിട്ടുള്ള ബേബിക്കുട്ടന്റെ ഫസ്റ്റ് ബർത്ത്ഡേ. വയസ്സ് പറയാൻ പാടില്ല. ആള് എന്നെ താടി പിടിച്ചിരിക്കാൻ അങ്ങനെയല്ലോ പറഞ്ഞ് എന്നെ മേടിപ്പിച്ചിട്ട് ഒരു എന്താ പറയട്ടെ കാട് കയറി ടൈം മുമ്പത്തും ഇങ്ങനെ ഇങ്ങനെ സർപ്രൈസ് കൊടുക്കണം, വീഡിയോ എടുക്കണം എന്നെല്ലാം വെച്ചിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞാക്കിട്ട്. പക്ഷെ മീശ കുറച്ച് പോയതോ. എന്റെ എന്തൊക്കെയാ ഗിഫ്റ്റ്? ഇത് നെട്ടി. അത് നെട്ടി. കേക്ക് നെട്ടി. കേക്ക് ഫസ്റ്റ് നെട്ടി. കേക്ക് കിട്ടുന്ന വിചാരിച്ചോ നീ? ഞാൻ ഓഫീസിൽ നീ അല്ലേ കേക്ക് മുറിക്കാൻ വിചാരിച്ചു. പക്ഷെ ഇങ്ങനെയൊക്കെ വീട്ടിൽ ഞാൻ സെറ്റപ്പ് ഉണ്ടാക്കുന്ന 12 മണിക്ക് തന്നെ വിളിച്ചെഴുന്നേറ്റ് ചിലപ്പം വിഷ് ചെയ്ത് ചിലപ്പോ എന്തെങ്കിലും തരും എന്ന് വിചാരിച്ചു. പക്ഷെ 12 മണിക്ക് നമ്മൾ കിടന്ന് ഉറങ്ങൂല. നമ്മൾ
രണ്ടാമത്തെ ഫ്ലോപ്പ് ആവും. അതിലും നല്ലത് നേരത്തെ ചെയ്തതല്ലേ. ഗുഡ് ഐഡിയ. അപ്പം എന്റെ ഇനി ലാസ്റ്റ് ഇതേ ഉള്ളൂ. ഇതിന് ശേഷം ബർത്ത്ഡേ ഇതിന് ശേഷം വേറെ ഗിഫ്റ്റ് ഇല്ല. എല്ലാ ഗിഫ്റ്റുമായി ഓപ്പൺ ചെയ്ത് നോക്കിക്കോ. ഇങ്ങനെയാണ് അല്ലേ? എന്തോ ഒരു എഴുത്ത് കാണുന്നുണ്ടാവും എടുക്ക്. ഷർട്ട്. ഹാപ്പി ബർത്ത്ഡേ ടു മൈ ലവബിൾ ഹസ്ബൻഡ്. അത് എന്നെ കണ്ടില്ലല്ലേ? അതാ കടും. ഓക്കെ. സ്പെല്ലിംഗ് എല്ലാം കറക്റ്റ് ആണോ? അത് കാണിക്കണ്ട. എങ്ങനെയുണ്ട്? നൈസ്. നല്ല പേര് കേട്ടോ. അടിപൊളി തുണിയാണല്ലോ. അതെടുത്ത് നോക്ക്. എടുത്തിട്ട് ഇവൻ ഉണ്ടല്ലോ ഗൈസ്, ഞാൻ പണ്ട് ഒരു തവണ എന്റെ കോളേജ് കഴിഞ്ഞ് വരുമ്പോ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോ എന്റെ ടിഷ്യൂ പേപ്പറിന്റെ അകത്ത് ടിഷ്യൂ പേപ്പർ ഉണ്ടായിരുന്നു, എടുത്തിട്ടുണ്ട് ഞാൻ ഇറങ്ങുമ്പോ. ടിഷ്യൂ പേപ്പറിനകത്ത് ഞാൻ ചുമ്മാ ഇങ്ങനെ ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ട് ഇറങ്ങിയ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുക. ലിപ്സ്റ്റിക് ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ ഉമ്മ എടുത്തിട്ട് ഇങ്ങനെ ഉമ്മ എടുത്ത് നല്ല ചുമ്മാ ഇങ്ങനെ നമ്മളെ ടച്ചപ്പ് ചെയ്യൂല ലിപ്സ്റ്റിക് ഇട്ടിട്ട് എന്നിട്ട് വെച്ചതാ. അപ്പൊ ഇവൻ അവിടെ വഴിക്കുണ്ടായിരുന്നു ബസ്സിൽ പോകുമ്പോ. അപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു സാധനം തരുന്നുണ്ട് വാങ്ങൂന്ന് പറഞ്ഞിട്ട് ഞാൻ ബസ്സിന്റെ പുറകെ ഓട്ടം. എന്തോ വാങ്ങിയിട്ട് കുറെ കാലം അവന്റെ പേഴ്സിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ പേഴ്സ് ഇവിടെ വീട്ടിലുണ്ട്. എന്നിട്ടോ എങ്ങനെയുണ്ട്? ഞാൻ ഇട്ടുന്നുണ്ട്. പെർഫെക്റ്റ് ആണോ? ലെങ്ത് നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യണം. ലെങ്ത് ഞാൻ എപ്പോഴും ടക്ക് ചെയ്യും. അതായത് അങ്ങനെ ടക്ക് ചെയ്യുന്നല്ലോ. മടക്കിക്കൂടെ? ഓക്കെ കൂട്ടാ, സൂപ്പർ. നോക്കിക്കൂടെ? ബർത്ത്ഡേ ഫോട്ടോയ്ക്ക് ഇതിട്ട് ചാമ്പാം ഫോട്ടോ ദേവൂട്ടം മേടിച്ചതുണ്ട്. താങ്ക് യു ഫോർ എവറിത്തിങ്. സൂപ്പർ. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടായ? ശരിക്കും ഇഷ്ടായി? ആരും ഇഷ്ടായി? കേക്ക് ഇഷ്ടപ്പെട്ടു. അത് കാണാൻ കഴിച്ചു നമുക്ക്. എനിക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോ ഏത്? ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട ഇത് അവർ ഓൾ ടൈം എന്തായാലും കൊള്ളാം. സൂപ്പർ. നല്ല രസമുണ്ട്. എന്റെ ഈ ഒരു സർപ്രൈസ് വിരുന്ന്, ബർത്ത്ഡേ സർപ്രൈസ് വിരുന്ന് കുറിച്ച് എന്താണ് മിസ്റ്റർ റോബിൻ ജോസഫിന് പറയാൻ ഉള്ളത്? പറയാൻ വാക്കുകളില്ല. വാക്കുകളില്ല. ഒന്നും പറയാനില്ല. ഓൺലി താങ്ക് യു സോ മച്ച്. താങ്ക് യു മാത്രമല്ലോ അല്ലേ? പിന്നെന്താ വേണ്ടേ? പൈസ വേണം. പൈസ വേണ്ട. നാളത്തെ പണി നാളെ മുഗൾ ബിരിയാണി തരുന്നു. നാളെ മുഗൾ ബിരിയാണി. ബർത്ത്ഡേ. അപ്പൊ ഗൈസ് ഇന്നത്തെ ബർത്ത്ഡേ കഴിഞ്ഞു. ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്ക് നാളെ കാണാം ഗൈസ്. ബൈ ബൈ.